കേരള ഗസറ്റ് ഓഫീസേഴ്സ് യൂണിയൻ്റെ 31ാമത് സംസ്ഥാന സമ്മേളനത്തിൻ്റെ ഉദ്ഘാടകൻ, നമുക്കെല്ലാം പ്രിയങ്കരനായ, സമാനതകളില്ലാത്ത ഒരു കേരള ഭരണത്തിന് നേതൃത്വം നൽകിയിരുന്ന നമ്മുടെ എല്ലാം പ്രതീക്ഷയായ ശ്രീ ഉമ്മൻചാണ്ടി സാർ, വേദിയെയും സദസ്സിനെയും സന്നിഹിതരാക്കിയിട്ടുള്ള നമ്മുടെ ജനറൽ സെക്രട്ടറി സദസ്സിന് പരിചയപ്പെടുത്തിയ ഈ വേദിയെ സമ്പന്നമാക്കുന്ന ബഹുമാനരായ MLA മാർ, KPC ജനറൽ സെക്രട്ടറിമാർ, മറ്റ് പ്രിയങ്കരായ നേതാക്കൾ, ഈ സമ്മേളനം വിജയിപ്പിക്കുവാൻ വിവിധ ജില്ലകളിൽ നിന്ന് എത്തിച്ചേർന്നിട്ടുള്ള സംഘടനയുടെ ജില്ലാ പ്രസിഡന്റുമാർ, ജില്ലാ സെക്രട്ടറിമാർ, കരുത്തരായ സംഘടനയുടെ വിവിധ തട്ടുകളിൽപ്പെട്ട നേതാക്കന്മാരെ, പ്രിയമുള്ള സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, ഉമ്മൻചാണ്ടി സാറിന് അല്പം ധൃതി ഉള്ളതുകൊണ്ട് ഞാൻ അധികം കാര്യങ്ങളിലേക്ക് കടന്നു പോകുന്നില്ല. എങ്കിലും ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ ഉദ്ഘാടന സമ്മേളനത്തിനായി അദ്ദേഹത്തിനെ ക്ഷണിക്കുന്നതാണ്. നമ്മൾ ഇന്ന് ഈ സമ്മേളനം സംഘടിപ്പിച്ചിട്ടുള്ള രാഷ്ട്രീയ സാഹചര്യം തികച്ചും പ്രതികൂലമാണ്. കേരള ഗസറ്റ് ഓഫീസേഴ്സ് യൂണിയൻ്റെ 65ഓളം നേതാക്കന്മാർ, ജില്ലാ പ്രസിഡന്റുമാർ, ജില്ലാ സെക്രട്ടറിമാർ ഉൾപ്പെടെ 65ഓളം നേതാക്കന്മാർ കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിൻ്റെ സ്റ്റേയിൽ നിലനിന്നുകൊണ്ടാണ് ഈ സമ്മേളനം വിജയിപ്പിക്കുവാൻ ആളും അർത്ഥവുമായി ഇവിടെ എത്തിയിട്ടുള്ളത്. അത്രമാത്രം അന്യായമായി, രാഷ്ട്രീയ പ്രേരിതമായി ആളുകളെ ട്രാൻസ്ഫർ ചെയ്യുന്ന ഏറ്റവും ഹീനകരമായ, മോശകരമായ ഒരു കാലാവസ്ഥയിലാണ് നമ്മുടെ സമ്മേളനം നടക്കുന്നത്. ഒന്ന് പറയുകയും മറ്റൊന്ന് പ്രവർത്തിക്കുകയും. കേരളത്തിൽ സംതൃപ്തവും കാര്യക്ഷമവും അഴിമതിരഹിതവും സുതാര്യവും ഒക്കെയായ സിവിൽ സർവീസ് വേണമെന്ന് ഒരു ഭാഗത്തൂടെ മുഖ്യമന്ത്രി പറയുകയും, അതേസമയം ഇവിടെ ഇടതുപക്ഷ സർവീസ് സംഘടനകളുടെ ഓഫീസിൽ കൊടുത്തയച്ച് ഓർഡറുകൾ പരിശോധിച്ച് നമ്മുടെ ആളുകളെ അന്യായമായി രാഷ്ട്രീയ പ്രേരിതമായി ട്രാൻസ്ഫർ ചെയ്യുകയും, പിന്നെ ജനാധിപത്യത്തിൻ്റെ ഏറ്റവും ശക്തമായൊരു പില്ലറായ കോടതി ഉള്ളത് കൊണ്ട് മാത്രമാണ് പലരും ഇന്ന് അത്ഭുതകരമായി കുറേയെങ്കിലും പിടിച്ചു നിൽക്കാൻ കഴിയുന്നത്. എങ്കിലും അതിനൊരു പരിധിയുണ്ട്. പക്ഷേ ഇവർക്ക് ഒരു കാര്യത്തിൽ തെറ്റി. കേരള ഗസറ്റ് ഓഫീസേഴ്സ് യൂണിയൻ്റെ ഒരു പ്രവർത്തകനെ ഒരു ജില്ലയിൽ നിന്ന് മറ്റൊരു ജില്ലയിലേക്ക് മാറ്റിയാൽ സംഘടനയ്ക്ക് പോറലേൽപ്പിക്കാം, സംഘടനാ പ്രവർത്തനത്തിൽ മങ്ങലേൽപ്പിക്കാം, അല്ലെങ്കിൽ സംഘടന എന്തെങ്കിലുമൊക്കെ കാര്യമായി ദോഷമുണ്ടാക്കാമെന്ന് കരുതിയെങ്കിൽ ഒരു ജില്ലയിൽ നിന്ന് മറു ജില്ലയിലേക്ക് രാഷ്ട്രീയ പ്രേരിതമായി ട്രാൻസ്ഫർ ചെയ്യപ്പെട്ട ഈ സംഘടനയുടെ ചുണക്കൂട്ടന്മാരായ അഭിമാനികളായ മുഴുവൻ ആളുകളും മാറ്റപ്പെട്ട ജില്ലയിൽ പൂർവാധികം ശക്തിയായി സംഘടനാ പ്രവർത്തനത്തിൽ ഏർപ്പെടുന്നത് കൊണ്ടാണ് സംഘടന ഇന്നും അജയ്യമായ കരുത്തോടുകൂടി മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തീർച്ചയായും നിങ്ങളെയൊക്കെ പ്രത്യേകമായി അഭിവാദ്യം ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഈ സമ്മേളനത്തിലെ എൻ്റെ മുഖ്യമായ കർത്തവ്യം. പിന്നെ ഈ ഗവൺമെൻറ് നമ്മോട് ചെയ്ത കാര്യങ്ങൾ കഴിഞ്ഞ ബഹുമാനായ ജനറൽ സെക്രട്ടറി സൂചിപ്പിച്ചു. കഴിഞ്ഞ ഉമ്മൻചാണ്ടി സർക്കാർ എല്ലാ വർഷവും ഫെസ്റ്റിവൽ അലവൻസിൽ പ്രതിവർഷം 200 രൂപ വീതം വർദ്ധിപ്പിച്ചു തന്നെങ്കിൽ ഈ കഴിഞ്ഞ ഓണക്കാലത്ത് 1 രൂപ പോലും വർദ്ധിപ്പിച്ചു തന്നില്ല. ഫെസ്റ്റിവൽ അലവൻസ് 1 രൂപ പോലും വർദ്ധിപ്പിക്കാത്ത ഒരു ഓണക്കാലമാണ് കഴിഞ്ഞു പോയത്. അതുപോലെ ഈ ന്യൂ പെൻഷൻ സ്കീമിൽ അംഗമായ ജീവനക്കാരൻ മരിച്ചാൽ അവൻ്റെ കുടുംബത്തിന് ആശ്രിതന് ജോലി കിട്ടുന്നതുവരെ ആ മരിച്ചയാളിൻ്റെ ശമ്പളം കുടുംബത്തിന് നൽകുമെന്നുള്ള ഉമ്മൻചാണ്ടി സാറിൻ്റെ ഓർഡർ 30% വെട്ടിക്കുറച്ച ആളുകളാണ് ഇന്ന് ഭരിക്കുന്നത്. ഒരു ഗവൺമെൻറ്റിനെ വിലയിരുത്താനുള്ള സമയമൊന്നും അധികമായി എന്ന് നമ്മളും പറയുന്നില്ല. നാം ഗസറ്റ് ഓഫീസർമാരാണ്, തിരിച്ചറിവുള്ളവരാണ്. പക്ഷേ 7 മാസക്കാലത്തെ ഇവരുടെ ഓരോ നടപടികൾ, നിയമന നിരോധനം പൂർണ്ണമായി ഇവിടെ നടക്കുന്നു. ഒറ്റ തസ്തികകൾ പുതുതായി സൃഷ്ടിക്കപ്പെട്ടില്ല. നമ്മുടെ പ്രമോഷനുകളിൽ DPCയിൽ വലിയ കാലതാമസമാണ്. ആർക്കും സമയത്ത് പ്രമോഷൻ കിട്ടാതെ റിട്ടയർ ചെയ്യേണ്ട ഒരു സാഹചര്യവും ഇന്നിവിടെ നിലനിൽക്കുന്നു. അതുപോലെ നമുക്ക് ഏറ്റവും മെച്ചപ്പെട്ട ആനുകൂല്യം തന്ന 10ാം ശമ്പള കമ്മീഷൻ്റെ ഒരു അനുബന്ധമായ സമഗ്രമായ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പാക്കേജ് അത് നടപ്പിലാക്കുവാനും ഈ ഗവൺമെൻറ് ചെറുവിരൽ പോലും അനക്കിയിട്ടില്ല. അതുകൊണ്ട് സെറ്റോയും നമ്മളും ഒത്തുചേർന്ന് വളരെ കരുതലോടുകൂടി നാം നിരവധി പോരാട്ടങ്ങളിലൂടെ നേടിയെടുത്ത അവകാശങ്ങൾ സംരക്ഷിക്കുവാനും പുതിയ നമുക്ക് ന്യായമായ 1/1/2016 വരെയുള്ള DA തന്നിട്ടാണ് ശ്രീ ഉമ്മൻചാണ്ടി സാർ പോയത്. പക്ഷേ 1/7/2016 മുതലുള്ള DA കുടിശ്ശികയാണ്. 1/7/2016 മുതലുള്ള DA കുടിശ്ശികയാണ്. DA ഇനിയും കിട്ടിയിട്ടില്ല. അത്തരം കാര്യങ്ങളിലൊക്കെ, നമ്മെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊക്കെ നാം വളരെ കരുതലോടെ നീങ്ങേണ്ട ഒരു അവസരമാണ്. ആ കാര്യങ്ങളിലൊക്കെ സംഘടന ഈ സർക്കാരിനെതിരെ യോജിച്ച പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകുമ്പോൾ കേരള ഗസറ്റ് ഓഫീസ് യൂണിയന് ധാർമ്മിക പിന്തുണയുമായി അഭിമാനികളായ, ആത്മാഭിമാനമുള്ള
കേരള സിവിൽ സർവീസിൻ്റെ അഭിമാനങ്ങളായ നിങ്ങളേവരും ഉണ്ടാകണമെന്നുള്ളതാണ് ആദ്യമായി എനിക്ക് നിങ്ങളോട് ഇത്തരുണത്തിൽ പറയാനുള്ളത്. മറ്റൊരു കാര്യം, കഴിഞ്ഞ 5 വർഷക്കാലം നമ്മെ സംബന്ധിച്ചൊരു വളരെ സുവർണ കാലഘട്ടമായിരുന്നു. നമ്മെ സംബന്ധിച്ച് സുവർണ കാലഘട്ടം എന്ന് പറഞ്ഞുള്ള അത് വ്യക്തിപരമായ കാര്യങ്ങളല്ല, ആനുകൂല്യങ്ങൾ അനുവദിക്കുന്നതിൽ കേരളത്തിലെ സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ അവർക്ക് ആനുകൂല്യങ്ങൾ അനുവദിക്കുന്നതിലും അവർക്ക് യഥാസമയം വേണ്ട കാര്യങ്ങൾ ചെയ്തു തരുന്നതിലും സമാനതകളില്ലാത്തൊരു കാലമായിരുന്നു ശ്രീ ഉമ്മൻചാണ്ടി സാറിൻ്റെ കാലഘട്ടം. ബാലറ്റിലൂടെ നമ്മുടെ നന്ദി അതിന് പ്രകടിപ്പിച്ചിട്ടുണ്ടെങ്കിലും നമുക്ക് അദ്ദേഹം നൽകിയിട്ടുള്ള കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് ഇത്തരുണത്തിലൊന്ന് ഓർക്കുന്നത് തീർച്ചയായും ഉചിതമായിരിക്കും. ഏറെ മെച്ചപ്പെട്ട 10ാം ശമ്പള പരിഷ്കരണം. ഈ ഹാളിലിരിക്കുന്ന മുഴുവൻ ആളുകൾക്കും പ്രതിമാസം 7,000 രൂപ മുതൽ 12,000 രൂപ വരെ ശമ്പള വർധന ഉണ്ടായ ഏറെ മെച്ചപ്പെട്ട 10ാം ശമ്പള പരിഷ്കരണം. നമ്പർ 1. വൻപിച്ച റിട്ടയർമെന്റ് ആനുകൂല്യം. 7 ലക്ഷം രൂപയായിരുന്ന ഗ്രാറ്റുവിറ്റി 14 ലക്ഷം രൂപയായി ഉയർത്തി. 7 ലക്ഷം രൂപ 1/7/2014 വരെ 7 ലക്ഷം രൂപയായിരുന്ന ഗ്രാറ്റുവിറ്റി 14 ലക്ഷം രൂപയായി ഉയർത്തി. 2, 3 കമ്മ്യൂട്ടേഷൻ. മാക്സിമം 15 ലക്ഷം രൂപ വരെ കമ്മ്യൂട്ടേഷൻ കിട്ടുമായിരുന്ന ആളുകൾക്ക് ഇനി 25 ലക്ഷം രൂപ കമ്മ്യൂട്ടേഷൻ കിട്ടുന്ന അവസ്ഥയുണ്ടായി. അതായത് ഒരു ഗസറ്റ് ഓഫീസർ പെൻഷനാകുമ്പോൾ 50 ലക്ഷത്തോളം രൂപ റിട്ടയർമെന്റ് ആനുകൂല്യമായി നമുക്ക് നൽകിയ ബഹുമാനായ ശ്രീ ഉമ്മൻചാണ്ടി സാറാണ്. ഈ യോഗത്തിന്റെ ഉദ്ഘാടനം എന്ന് പറയുമ്പോൾ നമുക്ക് ഏവർക്കും ചാരിതാർത്ഥ്യമുണ്ട്. 1/1/2016 വരെയുള്ള DA നമുക്ക് പൂർണ്ണമായും തന്നു. LTC അനുവദിച്ചു. 5 വർഷവും കൃത്യമായി ഒരു കുടിശ്ശികയുമില്ലാതെ DA തന്നു. 50,000-ലധികം പുതിയ തസ്തികകൾ അനുവദിച്ചു. എല്ലാ വർഷവും വർദ്ധിച്ച നിരക്കിൽ ഫെസ്റ്റിവൽ അലവൻസ് നമുക്ക് അനുവദിച്ചു. പ്രൊഫഷണൽ യോഗ്യതയുള്ള മുഴുവൻ ആളുകൾക്കും കരിയർ അഡ്വാൻസ്മെന്റ് സ്കീം, അതായത് പ്രൊമോഷൻ കിട്ടിയാലും ഇല്ലെങ്കിലും 8ാം വർഷവും 15ാം വർഷവും കൃത്യമായി പുതിയ ഡെസിഗ്നേഷനോടുകൂടി പുതിയ ശമ്പളം കിട്ടുന്ന കരിയർ അഡ്വാൻസ്മെന്റ് സ്കീം കേരളത്തിലെ എല്ലാ പ്രൊഫഷണൽ യോഗ്യതയുള്ള ആളുകൾക്കും അദ്ദേഹം നൽകുകയുണ്ടായി. സേവനാവകാശ നിയമം ഏർപ്പെടുത്തി. പോളിടെക്നിക് അധ്യാപകൻ AICT നൽകി. ആയുർവേദ, ഹോമിയോ, നഴ്സിംഗ്, മെഡിക്കൽ കോളേജിലെ നോൺ മെഡിക്കൽ വിഭാഗം എന്നിവരുടെ പെൻഷൻ പ്രായം 60 വയസ്സാക്കി ഉയർത്തി. അധ്യാപകർക്ക് പാക്കേജ് നൽകി. 1.5 ലക്ഷത്തിലധികം പുതിയ നിയമനങ്ങൾ നൽകി. വിരമിക്കൽ ഏകീകരണം പിൻവലിച്ച് പെൻഷൻ പ്രായം 56 വയസ്സാക്കി. ആശ്രിത നിയമനം കുടിശ്ശിക തീർത്ത് നൽകി. സൂപ്പർ ന്യൂമറിയായി പോസ്റ്റുകൾ സൃഷ്ടിച്ചുകൊണ്ട് മുഴുവൻ ഡൈയിങ് ഇൻ ഹാർനസിന്റെ എല്ലാ പെൻഡിങ്ങും അദ്ദേഹം തീർത്തു നൽകി. ഹയർ സെക്കൻഡറി അധ്യാപകർക്ക് പ്രത്യേകമായ ശമ്പള സ്കെയിൽ നൽകി. ജനകീയ പ്രശ്നങ്ങളോട് അങ്ങേയറ്റത്തെ കരുണയോടെയും അനുതാപത്തോടെയുമുള്ള അദ്ദേഹത്തിന്റെ പെരുമാറ്റം UN പോലും പ്രശംസിച്ചു. BDOമാരുടെ ക്വാളിഫിക്കേഷൻ 10ാം ക്ലാസ്സിൽ നിന്ന് ബിരുദമാക്കിയപ്പോൾ അവർ പോലും ഡിപ്പാർട്ട്മെന്റോ സർവീസ് സംഘടനകളോ അറിയാതെ ബിരുദമാക്കി മാറ്റിയപ്പോൾ അദ്ദേഹത്തിന്റെ പ്രത്യേക അധികാരം ഉപയോഗിച്ച് ഇടപെട്ടുകൊണ്ട് അന്നുണ്ടായിരുന്ന 10ാം ക്ലാസ് യോഗ്യത ഉണ്ടായിരുന്ന മുഴുവൻ BDOമാർക്കും സർവീസിൽ പ്രമോഷൻ കിട്ടാനുള്ള സംരക്ഷണം നൽകി. 1/4/2013 ശേഷം സർവീസിൽ വന്ന ആളുകളുടെ പെൻഷൻ പ്രായം 60 വയസ്സാക്കി. പുതിയ വില്ലേജ് ഓഫീസുകൾ, താലൂക്ക് ഓഫീസുകൾ, സാങ്കേതിക സർവകലാശാല, ആരോഗ്യ സർവകലാശാല, കേരള സെക്രട്ടേറിയറ്റ് സർവീസ് ഉൾപ്പെടെ ഉള്ള ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് നടപ്പിലാക്കണമെന്ന GO ആദ്യമായി ഇഷ്യൂ ചെയ്ത ബഹുമാനായ ശ്രീ ഉമ്മൻചാണ്ടി സാറാണ്. UGCയുടെ അരിയേഷ് നൽകി. വികസനവും കരുതലും. ദാരിദ്ര്യമില്ലാതാക്കാൻ സൗജന്യമായി പാവപ്പെട്ടവൻ അരി നൽകി. കോക്ലിയർ ശസ്ത്രക്രിയ, ജന്മനാ ബധിരരായ കുട്ടികൾക്ക് കോക്ലിയർ ശസ്ത്രക്രിയയിലൂടെ കേൾവിശക്തി തിരിച്ചു കിട്ടാനുള്ള ഏറ്റവും കരുണാർദ്രമായ നടപടിക്ക് തുടക്കം കുറിച്ചു. ജനസമ്പർക്ക പരിപാടി, കാരുണ്യ ലോട്ടറി ഡിപ്പാർട്ട്മെന്റ് തന്നെ എത്രയോ പുതിയ ഓഫീസുകൾ അതിൽ നിന്ന് വന്നു. സാധാരണക്കാരന് എന്തെല്ലാം നേട്ടങ്ങളുണ്ടായി. ഭൂരഹിതരില്ലാത്ത കേരളം പദ്ധതി, ആൺമക്കളുള്ള വിധവകൾക്കും പെൻഷൻ കിട്ടുന്ന സംവിധാനം, SC/ST വിഭാഗത്തിന്റെ ആനുകൂല്യങ്ങൾ ഇരട്ടിയിലേറെ വർധനവ്, പിന്നെ കേരളത്തിന്റെ വികസനം, കൊച്ചിൻ മെട്രോ, സ്റ്റാർട്ടപ്പ്, വിഴിഞ്ഞം, സ്മാർട്ട് സിറ്റി തുടങ്ങിയ എത്രയെത്ര പരിപാടികൾ. ഇങ്ങനെ ഒരു മുഖ്യമന്ത്രിയാണ് ഇന്നത്തെ ഗവൺമെന്റിനുമായി നാം കമ്പയർ ചെയ്യുന്നത്. നാം ബാലറ്റിലൂടെ അദ്ദേഹത്തിന് നന്ദി പ്രകടിപ്പിച്ചിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തോട് നേരിട്ട് നന്ദി പ്രകടിപ്പിക്കാത്തൊരു അവസരമാണ്. അവിടെ നിങ്ങളെല്ലാവരും ഇരുന്ന് കൈയടിച്ചിരുന്ന കാര്യം എഴുന്നേറ്റ് നിന്ന് അതിശക്തമായ ഒരു ക്ലാപ്പിംഗ് തീർച്ചയായും അദ്ദേഹം അത് അർഹിക്കുന്നു. അത് നൽകണം. എന്നുള്ളതാണ് വിനയപുരസരം എനിക്ക് പറയുവാനുള്ളത്.
തീർച്ചയായും നമ്മൾ നന്ദിയുള്ളവരാണ്. കേരള ഗസറ്റ് ഓഫീസ് യൂണിയന്റെ ഇന്നത്തെ സംഘടനാപരമായ വളർച്ചയ്ക്ക്, സിവിൽ സർവീസിൽ നമുക്കുള്ള സ്ഥാനത്തിന് നമ്മെ നന്നായി നമുക്ക് എല്ലാ കാര്യങ്ങളും വേണ്ട പോലെ വേണ്ട വിധം തന്ന് സംഘടനാ പ്രവർത്തനവും നമുക്ക് നമ്മുടെ മാസ വരുമാനത്തിലും റിട്ടയർമെന്റ് ബെനിഫിറ്റിലും മാത്രമല്ല കേരളീയ സമൂഹത്തിനാകെ നന്മ ചെയ്ത അദ്ദേഹമാണ് ഈ നമ്മുടെ 31ാമത് സംസ്ഥാന സമ്മേളനം ഉദ്ഘാടനം ചെയ്തത്. നാം ഏവരും ധന്യരാണ്, ഭാഗ്യമുള്ളവരാണ്. തീർച്ചയായും ഞാൻ അദ്ദേഹത്തിന് അധിക സമയം കവരുന്നില്ല. നമുക്ക് സംസാരിക്കാൻ ഇനിയും എത്രയോ അവസരങ്ങളുള്ളത് കൊണ്ട് തീർച്ചയായും അധിക സമയം കവർന്നെടുക്കാതെ കേരള ഗസറ്റ് ഓഫീസ് യൂണിയന്റെ 31ാമത് സംസ്ഥാന സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുവാൻ തീർച്ചയായും നമ്മുടെ ഏവരുടെയും പ്രതീക്ഷയായ